ഇന്ന് നമ്മൾ നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ എടുക്കുന്ന ടാങ്കിൽ ജസ്റ്റ് ഇതേപോലെ വെള്ളം ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവർഫ്ലോ സൈഫൺ വർക്ക് ചെയ്യിച്ച് അടിഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. ഇതുപോലെ നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ അടിഭാഗം ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇപ്പോൾ നമ്മളിങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ നോർമൽ ലെവലിൽ നിന്ന് മുകളിലേക്ക് ടോപ്പ് അപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓവർഫ്ലോ സൈഫൺ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഓവർഫ്ലോ സൈഫൺ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് അതിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഈ ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്, അടിഭാഗത്തേക്ക്. ആ എക്സ്റ്റൻഷനിലേക്ക് നമ്മൾ 2 ടീ ജോയിൻറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 4 ഹോളുകൾ വഴി മാക്സിമം അഴുക്കും വെള്ളം എല്ലാം പുറത്തേക്ക് പൊക്കോളും. ഇങ്ങനെ നമ്മൾ വെള്ളം എജിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഇളക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അടിഭാഗത്തുള്ള അഴുക്ക് കാര്യങ്ങളെല്ലാം പൊങ്ങി വന്നോളും. എന്നിട്ട് ഓവർഫ്ലോ വഴി പുറത്തേക്ക് പൊക്കോളും. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യം നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്യാം. നമ്മൾ കുറച്ച് നാൾ കൂടിയിട്ടാണ് വാട്ടർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീനുകളൊക്കെ കുറവ് എടുക്കുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെ വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ആൽഗെ വാട്ടറാണ്, പച്ച കളറിലാണ് വെള്ളം വരുന്നത്, അല്ലാതെ അഴുക്ക് വെള്ളമല്ല. പക്ഷേ ആൽഗെ വാട്ടറിൻ്റെ കൂടെ അടിഭാഗത്ത് അഴുക്കും കൂടി വരുന്നുണ്ട്. ഇത് പച്ച കളറിലാണ് വെള്ളം വരുന്നത്. ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് അഴുക്ക് വെള്ളമാണെന്നുള്ളത്. അടിഭാഗത്തുനിന്നുള്ള അഴുക്കും വരുന്നുണ്ട് ആൽഗയുടെ കൂടെ, പക്ഷേ ഇത് പ്യുവർ അഴുക്ക് വെള്ളമല്ല, ആൽഗെ വാട്ടറാണ്. എല്ലാ വീഡിയോകളിലും നമ്മളിത് എടുത്ത് പറയാറുണ്ട്. കാരണം ചില ആൾക്കാരുടെ വിചാരം ഈ ആൽഗെ വാട്ടർ എന്ന് പറഞ്ഞാൽ ചെളിവെള്ളമെന്നാണ്. അത് നമ്മൾ എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും ചിലപ്പോൾ കമൻറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് വർക്ക് ആവുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതുപോലെ റുട്ടീനായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഇതിപ്പോൾ ഓവർഫ്ലോ സൈഫൺ വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഈ പോകുന്ന വെള്ളം നമുക്ക് ഇതുപോലെ കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ബക്കറ്റ് കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കളക്ട് ചെയ്യാം. ഇത് ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ്. അപ്പോൾ ചെടിച്ചട്ടികളിലൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രത്തോളം ഹൈറ്റിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം പ്രഷറിലായിരിക്കും ഈ ഒരു ഓവർഫ്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു എക്സ്റ്റൻഷൻ വഴി മാക്സിമം അഴുക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സർക്കുലേഷൻ വേണം ടാങ്കിൽ. അപ്പോൾ സർക്കുലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം അഴുക്ക് ഇളകി പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പമ്പ് ഉപയോഗിച്ച് നമുക്ക് 1-2 പ്രാവശ്യം ഇതുപോലെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സബ്മേഴ്സിബിൾ പമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. എയറേഷന് വേണ്ടിയിട്ടൊക്കെ സബ്മേഴ്സിബിൾ പമ്പ് ഫൗണ്ടനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ടാങ്കിൽ. അത് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് അതിൽ നിന്ന് ഒരു PVC കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സർക്കുലേറ്റ് ചെയ്തോളും, വെള്ളം സർക്കുലേറ്റ് ചെയ്തോളും. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് സബ്മേഴ്സിബിൾ പമ്പ് ഓൺ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് നല്ല രീതിയിൽ സർക്കുലേഷൻ നടക്കും. അപ്പോൾ ഈ ഓവർഫ്ലോ വഴി മാക്സിമം അഴുക്ക് പുറത്തേക്ക് പൊക്കോളും. പിന്നെയുള്ള നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ചേഞ്ചിനുള്ള PVC സൈഫണാണ്. അത് ഞാൻ മുമ്പ് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സൈഫണിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഫണൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ വീഡിയോ ഓൾറെഡി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതെല്ലാം ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് വാട്ടർ ചേഞ്ചിനുള്ള PVC സൈഫണിനെ കുറിച്ചാണ്. അപ്പോൾ അതാണ് നമ്മൾ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മാക്സിമം അഴുക്ക് പുറത്തേക്ക് പോകും. ഈ ഓവർഫ്ലോ സൈഫണേക്കാളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ചേഞ്ച് സൈഫണാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്കുള്ള ഔട്ട്ലെറ്റ് വരുന്നത് ഗ്രൗണ്ട് ലെവലിലേക്കാണ്. ഈ ഒരു വാട്ടർ ചേഞ്ച് സൈഫണിൻ്റെ ഔട്ട്ലെറ്റ് നിങ്ങൾ കണ്ടു, അത് വാട്ടർ ലെവലിലാണ് നിൽക്കുന്നത്. കാരണം അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഓവർഫ്ലോ. അപ്പോൾ അത് വാട്ടർ ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം വാട്ടർ ചേഞ്ച് സൈഫൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഗ്രൗണ്ട് ലെവലിലേക്കാണ് അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ മാക്സിമം പ്രഷറിലായിരിക്കും വെള്ളം പുറത്തേക്ക് പോകുന്നത്. അതിൻ്റെ ഡെമോ നമ്മൾ ഓസ്കാറിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ വാട്ടർ ചേഞ്ച് സൈഫണിൻ്റെ ഒരു ഡെമോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വാട്ടർ ഫ്ലോ എത്രത്തോളം ഫോഴ്സിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വാട്ടർ ചേഞ്ച് സൈഫൺ ഉപയോഗിച്ചിട്ട് നമ്മളൊരു 30% വെള്ളം വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടിഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം വെള്ളം പുറത്തേക്ക് പോകുന്നത് അത്രയും ഫോഴ്സിലായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ അതേ മെത്തേഡ് ഇതിലും നമുക്ക് യൂസ് ചെയ്യാം. വാട്ടർ ചേഞ്ച് സൈഫൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തും സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് സർക്കുലേഷൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താലും നല്ല രീതിയിൽ അടിഭാഗം ക്ലീൻ ആയിക്കോളും. പിന്നെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് വലിയ മീനുകളുള്ള ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ചെറിയ മീനുകളുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഹെവി ഫോഴ്സിലൊന്നും പമ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം അത് മീനുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറിയ ഹോസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. 1/2 ഇഞ്ചിൻ്റെ ഹോസോ അത് ടാപ്പിൽ നിന്ന് കണക്ട് ചെയ്യായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് കിണറിൽ നിന്നാണ് അടിച്ചത്. വലിയ മീനുകളൊക്കെ എടുക്കുന്ന വലിയ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിണറ്റിൽ നിന്നൊക്കെ ഡയറക്റ്റ് അടിക്കാം. ചെറിയ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഹോസ് ഉപയോഗിച്ചിട്ട് അത് ടാപ്പിൽ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ അടിഭാഗത്ത് നമുക്ക് അങ്ങനെ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏത് സൈഫൺ ആണെന്നുണ്ടെങ്കിലും അടിഭാഗത്ത് സർക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഴുക്കും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പൊക്കോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, അതായത് ഈ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചിട്ട് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ പിന്നീട് ചെയ്ത് കാണിക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ 18 വാട്ട്സിൻ്റെ E11 ഒക്കെ പമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് 16 mm വയറിങ്ങിൻ്റെ PVC ജോയിൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പമ്പിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഈ ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക്, അടിഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം സർക്കുലേറ്റ് ആയിക്കോളും.
ഈ ഒരു പരിപാടിക്ക് മാത്രമായിട്ടൊന്നും ടാങ്കിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടാങ്കിൽ ഓൾറെഡി സബ്മേഴ്സിബിൾ പമ്പ് ഫൗണ്ടൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എയറേഷനൊക്കെ വേണ്ടി, അപ്പോൾ ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ജസ്റ്റ് അതിലേക്ക് ഈ ഒരു PVC കണക്ട് ചെയ്ത് കൊടുത്ത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള സൈഫണുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ടാങ്കിൻ്റെ അടിഭാഗം ക്ലീൻ ആയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കണ്ടീഷനായി കിടന്നോളും. പിന്നീട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വാട്ടർ ചേഞ്ച് സൈഫണിൻ്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കാം.